ഇന്ത്യൻ സംഘടിത കുറ്റകൃത്യ സംഘങ്ങൾക്കെതിരെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അന്താരാഷ്ട്ര ദൗത്യവുമായി അമേരിക്കൻ അന്വേഷണ ഏജൻസികൾ. അമേരിക്കൻ നീതിന്യായ വകുപ്പും FBI-യും സംയുക്തമായി ആരംഭിച്ച ഓപ്പറേഷൻ ഹാർഡ് ബോൾ എന്ന ദൗത്യത്തിലൂടെ 50-ലധികം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി 24 കുപ്രസിദ്ധ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു. കാലിഫോർണിയ, കാനഡ, സ്പെയിൻ എന്നിവിടങ്ങളിലായി നടത്തിയ ഈ മിന്നൽ പരിശോധനയിൽ ലോറൻസ് ബിഷ്നോയ് ഗ്യാങ് അടക്കമുള്ള ആഗോള ശൃംഖലകൾക്കാണ് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഫെഡറൽ കുറ്റപത്രം വ്യക്തമാക്കുന്നത് പ്രകാരം ഇന്ത്യൻ ജയിലിൽ കഴിയുന്ന ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്നോയ് അനധികൃത മൊബൈൽ ഫോണുകളും എൻക്രിപ്റ്റ് ചെയ്ത ആപ്പുകളും ഉപയോഗിച്ചാണ് ഈ ആഗോള കുറ്റകൃത്യ ശൃംഖല നിയന്ത്രിച്ചിരുന്നത്. ഈ സംഘത്തിൽ നോർത്ത് അമേരിക്കയിലെ ലോറൻസിന്റെ പ്രധാന സഹായിയായിട്ടുള്ള ഗോൾഡി ബ്രാറും യൂറോപ്പിലെ തലവൻ രോഹിത് ഗൊദാരയുമാണ് സജീവമായി പ്രവർത്തിച്ചിരുന്നത്. വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരായ വ്യവസായികളെ ഭീഷണിപ്പെടുത്തി വൻതോതിൽ പണം പിടിച്ചെടുക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കുകയുമായിരുന്നു ഇവരുടെ പ്രധാന രീതി. ഈ സംഘത്തിനെതിരെ അമേരിക്കൻ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണ്. 2023 ജൂണിൽ കാനഡയിലെ സറയിൽ വെച്ച് പ്രമുഖ രാഷ്ട്രീയ മത നേതാവിനെ കൊലപ്പെടുത്താൻ ഉത്തരവിട്ടതും ബിഷ്നോയും ഗോൾഡി ബ്രാറുമാണെന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണവും കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഓപ്പറേഷന്റെ ഭാഗമായി ആകെ 37 പ്രതികൾക്കെതിരെ 3 വ്യത്യസ്ത ഫെഡറൽ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ലോറൻസ് ബിഷ്നോയ് സംഘത്തിന് പുറമെ മറ്റു 2 ക്രൈം സിൻഡിക്കേറ്റുകൾക്ക് എതിരെയും ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും അടക്കം കരാർ കൊലപാതകങ്ങളും മയക്കുമരുന്ന് കടത്തും നടത്തിയിരുന്ന ജഗു ഭഗവാൻപുരിയുടെ ശൃംഖലയാണ് ഇതിലൊന്ന്. കാനഡയിൽ നിന്ന് രവീന്ദർ സിംഗ് ധണ്ട നിയന്ത്രിച്ചിരുന്ന 3ാമത്തെ സംഘം ദക്ഷിണ കാലിഫോർണിയയിൽ നിന്ന് കാനഡയിലേക്ക് വൻതോതിൽ കൊക്കൈനും മെത്താഫെറ്റമൈനും കടത്തിയിരുന്നതായിട്ടും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ റെയ്ഡുകളിലൂടെ 1000 കിലോഗ്രാം കൊക്കൈൻ, 1 കിലോഗ്രാം ഹെറോയിൻ, 12 അനധികൃത ആയുധങ്ങൾ, $40,000 എന്നിവയാണ് FBI പിടിച്ചെടുത്തത്. ബാക്കിയുള്ള 10 പ്രതികൾക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ചുരുക്കത്തിൽ 3 വ്യത്യസ്ത അന്താരാഷ്ട്ര കുറ്റകൃത്യ ശൃംഖലകളുടെ വേരെടുക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ നടപടി ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ക്രിമിനൽ ഗ്യാങ്ങുകൾക്ക് വലിയൊരു പ്രഹരം തന്നെയാണ് നൽകിയിരിക്കുന്നത്.